My family is Jungkook. നീങ്ങ വന്നേ. എന്താ ചേട്ടാ വിളിച്ചേ? എന്താ ചേട്ടന്റെ പേര്? സൽമാൻ. ആഹാ, ദുൽഖർ സൽമാന്റെ ഫാനാ ചേട്ടാ? വേണ്ട വേണ്ട, ഊതല്ലേ. ശരി, എന്നാ സൽമാൻ പൊക്കോ. കഷ്ടണ്ട് കേട്ടോടാ, ചെറിയ പിള്ളേരോടാണ് അവര്. പിള്ളേർക്കൊന്നും ഇപ്പൊ പണ്ടത്തെ പോലെ ഒരു പേടില്ലാന്നേ. അതിനിപ്പോ നിന്റെയിൽ പേടിക്കാൻ മാത്രം എന്താ ഉള്ളത്? ആ, അതും ശരിയാ. ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പിക്കണം. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഞാനൊരു ക്ലാസ്സിൽ ഓടി കയറിയപ്പോ എന്നെ ഒരു തോറ്റീന്ന്. അവനാണ് ഇതോ ആ നിൽക്കുന്നല്ലവൻ. ഓഹോ, എന്നാ ഒന്ന് പോയി കുടഞ്ഞാലോ? ഏയ്, അതൊന്നും വേണ്ട. വേണ്ടെങ്കി വേണ്ട. നീ വേണ്ടെന്നാ ഉദ്ദേശിച്ചേ, ഞാൻ മതി. ഞാൻ പോയി ചോദിച്ചോളാം. ഓക്കെ, നീ പൊക്കോ. ബട്ട് അവന്റെ തല, മൂക്ക് എന്നീ അവയവങ്ങളൊക്കെ അതുപോലെ തന്നെ അവിടെ വേണം. ഓക്കെ മഞ്ജു? വിശ്വ, നീ ഇതെങ്ങട്ടാ തിരക്കിട്ടിട്ട് പോണേ? എന്താ മോനെ, ഫ്രഷേഴ്സ് ഡേക്ക് നിന്റെ പാട്ടുണ്ടാവില്ലേ? ആടാ ഉണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏതാ പാട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും കൺഫേം ആക്കിയോടാ? ഇല്ലടാ, നോക്കണം. നമുക്ക് പിന്നെ കാണാം. എനിക്ക് അത്യാവശ്യമായിട്ടൊരാളെ കാണാനടാ. ആടാ, എന്നാ ശരി, പിന്നെ കാണാം. ഹലോ, ചേട്ടനൊന്നാടെ നിന്നേ. എന്താ ചേട്ടാ? നിന്നോട് ഞാനൊന്ന് എന്നെ സേവ് ചെയ്യാൻ പറഞ്ഞപ്പോ നീ എന്നെ ഒറ്റി കൊടുത്തു അല്ലേ? അത് പിന്നെ ചേട്ടാ. എന്ത് പിന്നെ ചേട്ടാ? അപ്പോ പെട്ടെന്ന് സോറി ചേട്ടാ. പെട്ടെന്നോ? അതോ? ശരി ശരി. അല്ല, നിനക്കെന്താ വിക്കുണ്ടോ? ചേട്ടാ, ഞാൻ പോട്ടെ. ബെല്ലടിച്ചു. ശരി, പൊക്കോ. പക്ഷെ നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. നിനക്കുള്ള പണി വഴിയേ വരും മോനെ. എന്താ മോനെ, കൊറേ നേരം ആയാലും തുടങ്ങിയിട്ട്. ഈ മീനെ കുളത്തോ? ചീ പടാ, ഞാൻ ആ ടൈപ്പൊന്നുമല്ല. ഇവനെ ചൊറിഞ്ഞോണ്ടിരിക്കാൻ നല്ല രസമുണ്ടടാ. അതെന്താടാ ഒരു ചീന്നൊക്കെ? ചീന്ന് പറയാൻ മാത്രം എന്താ ഉള്ളത്? ഓരോരുത്തർ ഇഷ്ടല്ലേ അവരാരൊക്കെ സ്നേഹിക്കണമെന്ന്? ഓ, നിനക്കല്ലെങ്കിൽ ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടാവും. എന്തായാലും ആ ചെറുക്കം പാവാൻ തോന്നുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിന്നിപ്പോ കേറി മാന്തണ്ട സമയം കഴിഞ്ഞു. നീ അത് വിട്. നീ ഇന്നെങ്ങോട്ടാ? ഞാൻ ഇന്ന് എന്റെ വീട്ടിലോട്ട് പോവാടാ. കൊറേ ആയില്ലേ അമ്മേനെ ഒന്ന് കണ്ടിട്ട്. എന്നാ നിനക്ക് അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നോടാ. അമ്മ വരില്ലട്ടാ. അമ്മയ്ക്ക് അമ്മയുടെ നാടേ പറ്റൂ. ഒരുപാട് വിളിച്ചതാ ഞാൻ. അപ്പൊ നീ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് കയറുന്നില്ലേ? നീ അവരോട് എന്താ പറഞ്ഞേ? ഇല്ല ചേട്ടാ, ഞാൻ 2 ദിവസം ലീവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൊറേ ആയില്ലേ അമ്മയുടെ അടുത്ത് നിന്നിട്ട്. അപ്പൊ നീ ഇനി പരിപാടിക്ക് വരൂ? ഞാൻ 2 ദിവസമല്ലേ നിക്കുന്നുള്ളൂ. നിങ്ങളപ്പത്തിനും പ്രാക്ടീസ് ഒക്കെ ചെയ്തോട്. അച്ചു, നീ ഒന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ? അത് പിന്നെ ഞാൻ അവിടെ ഒരു ചെറുക്കനായിട്ട് നിന്ന് സംസാരിച്ചിരുന്നില്ലേ? അതിന് നീ ഇന്ന് ഒരുപാട് ചെറുക്കന്മാരായിട്ട് സംസാരിച്ചില്ലേ? അതിലിപ്പോ ഏത് ചെറുക്കനാ? ഈയടാ മരഭൂതമേ, എന്നെ ക്ലാസ്സിൽ നിന്ന് ഒരുത്തൻ ഒറ്റിന്ന് പറഞ്ഞിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തന്നില്ലേ? ഓ, ആ മൊയിലും പല്ലൻ.
ഓ, മനസ്സിലായി മനസ്സിലായി. അവനെ ഒന്ന് ഞാൻ പോയി വരുന്നത് വരെ ശ്രദ്ധിക്കോ നീ? എന്താണ്, വേറെ ആരും കുത്തിക്കൊണ്ട് പോവാണ്ടാണോ? അച്ഛോ, ഞാൻ നിന്നോട് പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഇല്ലാന്ന്. ഞാൻ അവനെ എന്റെ ഒരു അനിയനായിട്ട് കണ്ടിട്ടുള്ളൂ. ഇനിയും നീ കാര്യം പറഞ്ഞ് എനിക്ക് ദേഷ്യം വരുവേ. ഞാനും അവനും അവിടെ നിന്ന് സംസാരിക്കുന്ന ഹരിയും ഗ്യാങ്ങും കണ്ടിട്ടുണ്ട്. ചിലപ്പോ ഞാൻ പോയി വരുന്നതിന്റെ ഉള്ളില് ആ ചെറുക്കനെ കയറി മാന്താനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിന്നോട് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാ, അല്ലാണ്ട് ഒരു കോപ്പമില്ല. ഓ, അങ്ങനെ. എന്നാ ശരിടാ. ആ, പിന്നെ അമ്മയോട് ചോദിച്ചെന്ന് പറഞ്ഞേക്ക്. ഓക്കേടാ, ബൈ.